ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്നിപ്പോൾ സ്നേഹതീരം ബീച്ച് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലേക്കാണ്. പിന്നെ ഇന്ന് ഞാൻ അമ്മയും മാത്രമല്ല, അമ്മാമ്മയുണ്ട് കൂടെ, ഞങ്ങളുടെ അമ്മാമ്മ. ഞങ്ങൾ 3 പേരും കൂടി സ്നേഹതീരം ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. അപ്പോൾ ഞാനിപ്പോൾ ഉറക്കമൊക്കെ വന്നാകെ ക്ഷീണമായി. അവസാനം അവിടെ എത്തി സ്നേഹതീരം ബീച്ചിൽ. ഇപ്പം ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ഒരു സർബത്തൊക്കെ കുടിക്കാമെന്ന് വെച്ചപ്പോൾ കയറിയേക്കാണ്. അമ്മ സർബത്ത് ആസ്വദിച്ച് കുടിക്കുകയാണ്. അല്ല, അപ്പോൾ അങ്ങനെയെന്ന് പറയണ. അപ്പോൾ സർബത്ത് കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കടൽ ബീച്ചിലേക്ക് പോകാമെന്ന് വെച്ചപ്പോൾ ഞങ്ങളിപ്പോൾ നടന്ന് പോവുകയാണ്. ഇപ്പോൾ കടലിലേക്ക്. അപ്പോൾ ഇതാണ് കാഴ്ചകൾ. അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാമെന്ന് വെച്ചു കടലിൽ. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറാണ്. പിന്നെ അമ്മയും ഇറങ്ങി. ഞാനിപ്പോൾ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങളിത് കടലിൽ ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഞാനിപ്പോൾ കിട്ടുന്ന ആസ്വദിക്കുകയാണ്. നല്ല വൈബാണ്, നല്ല രസമായിരുന്നു. അപ്പോൾ അമ്മ നിൽക്കുകയാണ്. അമ്മയ്ക്ക് പേടിയാണ്. അപ്പോൾ അവിടെ അമ്മ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അമ്മ ഇരിക്കും. അപ്പോൾ ഞാൻ നേരെ ഒന്നും നോക്കിയില്ല, നേരെ ഞാൻ ഇരുന്നു. എന്നിട്ട് അങ്ങോട്ട് കളിച്ചു വെള്ളത്തിൽ. നല്ല വൈബായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ കളിക്കുന്നുണ്ട്, അടിപൊളിയാണ്. പെട്ടെന്ന് ചില നേരത്ത് ഇങ്ങനെ ഭയങ്കര പേടിയാവും. നല്ല വൈബായിരുന്നു. പിന്നെ കടലിൽ കളിച്ചുകൊണ്ട് കടലിൻ്റെ വെള്ളത്തിന് ഭയങ്കര ഉപ്പായിരുന്നു. ഉപ്പെന്ന് വെച്ചാൽ ഭയങ്കര ഉപ്പായിരുന്നു. പിന്നെ കണ്ണിലേക്കൊക്കെ പോയി ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ നീര് ചെറുതായിട്ട്. പിന്നെ നിറച്ചതായിരുന്നു, കാലിൽ ഇതൊക്കെ നിറച്ച മണലായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവസാനം അമ്മ ഇരുന്നു. അമ്മയ്ക്ക് ഭയങ്കര കൊതി, ഞാൻ ഇരിക്കണ്ടെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അമ്മ ഇരുന്നു. അങ്ങനെയെന്ന് പറയണം. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. നല്ല വൈബായിരുന്നു. ഞാനമ്മ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നു. നല്ല വൈബായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇതൊക്കെ മാറി. അങ്ങനെയെന്ന് പറയണ ഫ്രണ്ട്സ്. എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ധൈര്യത്തോടു കൂടി തന്നെ ഇരുന്നു ശരിക്കും. അങ്ങനെയെന്ന് പറയണ ഫ്രണ്ട്സ്. അപ്പം അമ്മയുടെ ചിരിയൊക്കെ ഉണ്ടോ ഭയങ്കര ഇതാണ്. അമ്മയ്ക്ക് ഭയങ്കര അതിശയിച്ച് പോയി. ഭയങ്കര തിരമാലയെന്ന് കൂട്ടുകാരെ കണ്ട, ഭയങ്കര തിരമാലയെന്നു. നമ്മളിങ്ങനെ പേടിച്ചു. ഞാൻ പക്ഷെ അങ്ങനെ സുഖമായിട്ട് കിടന്നു. പിന്നെ അമ്മയോടൊരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെന്ന് പറയണ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കടലിലൊക്കെ ഇങ്ങനെ കളിച്ചു. ഇത്തിരി കുറേ നേരം നിന്നു. ഇപ്പോൾ 4:30 ആയപ്പോഴാണ് എത്തിയത്. എന്നിട്ടൊരു 6 മണിക്കാണ് പോയത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാഴ്ചകൾ. ഇപ്പോൾ എന്താണ് ഒരു ചേട്ടൻ തിരമാലയൊക്കെ വരുമ്പോൾ അതിലേക്കെടുത്ത് ചാടുണ്ടായിരുന്നു. കണ്ട, ചേട്ടൻ്റെ ധൈര്യം സമ്മതിക്കണം. ചേട്ടൻ നന്നായി നീന്തലൊക്കെ അറിയാം. അതാണ് ആ ചേട്ടനൊന്നും പറ്റി. ഞാൻ അങ്ങനെ പേടിച്ച് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയിരുന്നു. എന്നിട്ട് അവസാനം ഒരു 6 മണി 6:15 ആയപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടായി. അതുവരെ ഭയങ്കര വെളിച്ചമൊക്കെ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് മഴക്കാറ് വന്നു. അതുകൊണ്ട് ഭയങ്കര ഇരുണ്ടു. ആകെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇതായി മാറി. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോവാൻ തീരുമാനിച്ചു. അപ്പോൾ മേത്ത് മണലും ഇതൊക്കെയാണ്. അതുകൊണ്ട് എന്നിട്ടാണ് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. അമ്മയും കുളിച്ചു. അമ്മത് റെഡി ആയിട്ടുണ്ട്. കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി അമ്മത് റെഡിയായി. അപ്പോൾ ഞാനും റെഡിയായി. എൻ്റെ വേറെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഞാൻ തന്നെ ഇട്ടു. അങ്ങനെയെന്ന് പറയണം. അപ്പം അമ്മ ഡ്രസ്സ് മാറി. എന്നിട്ട് അവസാനം ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ പകുതി വഴി ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് വെച്ചപ്പോൾ ഭയങ്കര മഴയായിരുന്നു. പെട്ടെന്ന് തന്നെ മഴ പെയ്തു. മഴ പെയ്യില്ലെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പെട്ടെന്നുണ്ട് ഒരു ഭയങ്കര മഴ. പൊരിഞ്ഞ മഴ എന്ന് വെച്ചാൽ പൊരിഞ്ഞ മഴ. അങ്ങനെയെന്ന് പറയണം. അപ്പോൾ ഭയങ്കര മഴയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരുന്നിട്ട് മഴ ഇങ്ങനെ പോകാനായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. നല്ല വൈബായിരുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നത്. അങ്ങനെയെന്ന് പറയണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഞങ്ങളവിടെ തൃശ്ശൂർ സ്റ്റാൻഡിലെത്തി. മസാല ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ദോശ. അപ്പോൾ അമ്മ ഇപ്പോൾ ആസ്വദിച്ച് കഴിക്കുകയാണ് മസാല ദോശ. കണ്ട സൂപ്പറെന്ന്, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം ഫൈനലി ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് എത്തി. ഞാനും അമ്മയും അമ്മാമ്മയും. ശരി, എന്നാൽ ഗൈസ്, ബൈ.